അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി. ഇന്ന് ചൂടേറിയ ചർച്ചകൾക്ക് സാക്ഷികളായി കൊണ്ടിരിക്കുകയാണ്. പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും സോഷ്യൽ മീഡിയകൾ പേജുകൾ മറിച്ചു നോക്കുമ്പോഴും പുതിയ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി ഓരോ രാഷ്ട്രീയ പാർട്ടികളും വളരെ കരുതലോടുകൂടി ജാഗരൂകരായിക്കൊണ്ട് അവരുടെ സ്ഥാനാർത്ഥികളെ നിർണയിക്കാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ ശാന്തവും വളരെ സമാധാനപരമായ രീതിയിൽ തെരഞ്ഞെടുപ്പുകളെ വളരെ സുഗമമായ രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ ആവശ്യമായ നിർദ്ദേശങ്ങളും അവരുടെ നിയമങ്ങളും അവരുടെ ചട്ടങ്ങളും ആയിട്ട് വിജ്ഞാപനങ്ങൾ ഇറക്കുവാൻ വേണ്ടി വളരെ കരുതലോടുകൂടി നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ആയത്തുകൾ എനിക്ക് ഓർമ്മ വരുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയകളിലും വാർത്താ മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾ തന്റെ രാഷ്ട്രീയ പാർട്ടി അധികാരത്തിലേറുന്നതിന് വേണ്ടി മറ്റ് രാഷ്ട്രീയ കക്ഷികളെയും നേതാക്കളെയും ഇകഴ്ത്താനും അവരുടെ നന്മകൾ തിന്മകളായി കാണാനും അവരുടെ തിന്മകളെ വീണ്ടും വീണ്ടും തേജോവധം ചെയ്തുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ പാർട്ടി വിജയിക്കണമെന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടി മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കന്മാരെയും അതിലെ അണികളെയും വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹുജറാത്തിലെ 12-ാമത്തെ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. മാലോകരോടായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറയുകയാണ്, വലാ യഗ്തബ് ബഅദുകും ബഅദാ അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈത ഫകരിഹ്തുമൂഹു വത്തഖുല്ലാഹ ഇന്നല്ലാഹ തവ്വാബുർ റഹീം. ഇത് കേവലം ഒരു മുസൽമാനോടുള്ള പ്രഖ്യാപനം മാത്രമല്ല, മാലോകരോട് മുഴുവനായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലാ യഗ്തബ് ബഅദുകും ബഅദാ, നിങ്ങൾ ഒരാളെ കുറിച്ച് ഊഹാപോഹങ്ങൾ നടത്തരുത്. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ വളരെ മൈന്യൂട്ടായ നിസ്സാരമായ കാര്യങ്ങൾ എടുത്തു കാട്ടിക്കൊണ്ട് ചാനലുകൾക്ക് മുന്നിൽ ആളാവാൻ ശ്രമിക്കുന്ന ആളുകളോട് അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണ്, വലാ യഗ്തബ് ബഅദുകും ബഅദാ, നിങ്ങൾ ഒരാളെ കുറിച്ച് ഊഹാപോഹങ്ങൾ നടത്തരുത്. സാംസ്കാരിക കേരളം എന്നറിയപ്പെടുന്ന ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ എന്തൊക്കെ കാട്ടിക്കൂട്ടലുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും ആളാവാൻ വേണ്ടി ശ്രമിക്കുക. ഞാനിങ്ങനെ ആലോചിച്ചു പോവുക, എന്തേ ഇന്ന് ആളുകളൊക്കെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്? ഒന്നുമല്ല, മറ്റുള്ള ആളുകളെക്കാൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കപ്പെടണം, അതിനുവേണ്ടി താൻ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന ആരെക്കുറിച്ചാലും അല്ലെങ്കിൽ ഞാൻ വെറുക്കുന്ന ആരെക്കുറിച്ചായാലും എന്തു തന്നെ പറഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ളൊരു സാഹചര്യമാണ് നമ്മളിൽ നിന്ന് കണ്ടുവരുന്നത്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പറയുന്നു, വലാ യഗ്തബ് ബഅദുകും ബഅദാ, നിങ്ങൾ ഒരാളെ കുറിച്ചും ഊഹാപോഹങ്ങൾ നടത്തരുത്. എന്നിട്ട് അടുത്തതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ബുദ്ധിയുള്ള ആളുകൾക്ക് ചിന്തിക്കാൻ വേണ്ടി ഒരു ചോദ്യരൂപത്തിലാണ് അല്ലാഹു അവതരിപ്പിക്കുന്നത്. അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈത, നിങ്ങളിൽ ആരെങ്കിലും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ച ശവത്തിനെ നിങ്ങൾ തിന്നാൻ നിങ്ങൾ ആഗ്രഹിക്കുമോ? അള്ളാഹു തന്നെ പറയുന്നു, ഫകരിഹ്തുമൂഹു, നിങ്ങൾ അതിനെ വെറുക്കും. എന്നാൽ അതുപോലെ നിങ്ങളുടെ വാക്കുകളെയും നിങ്ങൾ വെറുക്കണം. മറ്റുള്ള ആളുകളെ കുറിച്ച് വേണ്ടാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നതിനെയും നിങ്ങൾ വെറുക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയധികം ചിന്തയിലൂന്നിയ വാക്കുകളിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അവസാന ഭാഗമായിട്ട് ആയത്തിൽ പറയുന്നു, വത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഓരോ വാക്കുകൾ പറയുമ്പോഴും അല്ലാഹുവിനെ സൂക്ഷിക്കണം, നമ്മുടെ നാവിനെ സൂക്ഷിക്കണം. അല്ലാഹുവിനെ നിരക്കാത്തൊരു വാക്കുകളും പറഞ്ഞു പോവരുത്. ഇന്നല്ലാഹ തവ്വാബുർ റഹീം,
തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാനിധിയുമാണ്, റഹ്മാനാണ്, റഹീമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യം ചെയ്യുന്നവനാണ്. എന്തേ അങ്ങനെ പറയുവാനുണ്ടായ കാരണം, മനുഷ്യ സഹജമാണ്, തെറ്റുകൾ വന്നു പോയിട്ടുണ്ടാകാം, പല കാര്യങ്ങളും നമ്മൾ അറിവില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ടാകാം. അങ്ങനെയുള്ള കാര്യങ്ങളെ ഓർത്തുകൊണ്ട് പശ്ചാത്തപിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിക്കൊണ്ട് നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങണം. ഇന്നല്ലാഹ തവ്വാബുർ റഹീം, അല്ലാഹു തീർച്ചയായും പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്, നിങ്ങളോട് കരുണയുള്ളവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് സൂറത്തുൽ ഹുജറാത്തിലൂടെ പറയുകയാണ്. എന്ന് മാത്രമല്ല, ഈ സൂറത്തുൽ ഇസ്രായിലൂടെ അല്ലാഹു പറയുന്നത്, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമ, നിങ്ങൾ അറിവില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. അറിവില്ലാത്തൊരു കാര്യത്തിന്റെ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, തീർച്ചയായും നാവിനെക്കുറിച്ചും നിങ്ങളുടെ കാഴ്ചകളെക്കുറിച്ചും നിങ്ങളുടെ കേൾവികളെക്കുറിച്ചും നിങ്ങൾ ചിന്തിച്ച നിങ്ങളുടെ ചിന്തകളെക്കുറിച്ചും കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, നാളെ അല്ലാഹുവിന്റെ മഹ്ശറിൽ വെച്ച്, അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ച് വിചാരണ ചെയ്യപ്പെടുമെന്നും സൂറത്തുൽ ഇസ്രായിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇത് മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് സൂറത്തുൽ ഖാഫിലൂടെ അല്ലാഹു 18-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നു, മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, നിങ്ങൾ ഓരോരുത്തരും തന്നെ പറയുന്ന വാക്കുകളെ റഖീബ് അതീദ് എന്ന് പറയുന്ന മാലാഖമാർ രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പുകൾ അടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ, മറ്റുള്ള ആളുകളെ കുറിച്ച് ഇകഴ്ത്തി പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് റഖീബ് അതീദ് എന്ന് പറയുന്ന മാലാഖ